യുവനടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ സംവിധായകൻ ഒമർ ലുലുവിന് മുൻകൂർ ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി ഉത്തരവ് പുറത്തുവരുമ്പോൾ ഹർജിയിൽ ഒമർ ലുലു വിശദീകരിക്കുന്നത് പരാതിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ. നടിയുമായി ഉണ്ടായത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമാണെന്ന് ഒമർ ലുലു പറയുന്നു. പരാതിക്കാരിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കൂടി പരോക്ഷമായ സൂചനയും കോടതിക്ക് പുറത്ത് ഒമർ ലുലു നൽകിയിട്ടുണ്ട്. ബ്ലാക്ക്മെയിൽ സംഘത്തിനെതിരെ ആരോപണം ഉന്നയിച്ചത് ഈ സാഹചര്യത്തിലാണ്. മലയാള സിനിമയിൽ സ്ത്രീ ചൂഷണം നടക്കുന്നുവെന്ന ആരോപണം ഏറെ നാളായി ഉയരുന്നതാണ്. ഇതിലേക്ക് ചർച്ചകൾ എത്തിക്കുന്നതാണ് ഒമർ ലുലുവിന്റെ കോടതി വാദങ്ങളും. നടിയുമായി ബന്ധമുണ്ടായിരുന്നു, അത് കുറെ കാലം നിലനിന്നു, പിന്നെ അത് തകർന്നു എന്നതാണ് വാസ്തവം. ഒരാൾ എനിക്ക് ഇന്ന വാഗ്ദാനം നൽകി, അതിനാൽ ലൈംഗിക ബന്ധത്തിന് തയ്യാറായി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല. സിനിമയിൽ അവസരം വേണമെന്നതിനാൽ പരാതിക്കാരി ബന്ധത്തിന് തയ്യാറായി എന്നും അത് ഉഭയസമ്മതപ്രകാരമായതിനാൽ ഒരു കുറ്റങ്ങളും അതിൽ ഇല്ല എന്നും ഹർജിയിൽ ഒമർ ലുലു വാദിച്ചു. ഈ സാഹചര്യത്തിലാണ് മുൻകൂർ ജാമ്യം കോടതി നൽകിയതും. സൗഹൃദം ഉപേക്ഷിച്ചതോടെ തന്നോട് വ്യക്തിവിരോധം ആയെന്നും ഇതാണ് പരാതിക്ക് പിറകിലെന്ന് സംശയിക്കുന്നതായും ഒമർ ലുലു പറഞ്ഞു. പരാതിക്കാരിക്ക് പിന്നിൽ ബ്ലാക്ക് മെയിലിംഗ് സംഘം ഉണ്ടോ എന്ന സംശയമുണ്ടെന്നും സംവിധായകൻ പറഞ്ഞിരുന്നു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. 2022 മുതൽ പരാതിക്കാരിയുമായി അടുപ്പമുണ്ടെന്ന് ഒമർ ലുലു ഹർജിയിൽ വ്യക്തമാക്കി. ആ വർഷം സംവിധാനം ചെയ്ത സിനിമയുടെ നിർമ്മാണത്തിനിടെ പരാതിക്കാരിയുമായി അടുത്ത ബന്ധം ഉടലെടുത്തു. ഇത് 2023 ഡിസംബർ വരെ തുടർന്നു. ബന്ധം വികസിച്ചു വന്നതോടെ താൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും പരാതിക്കാരി സംശയത്തോടെ നോക്കിത്തുടങ്ങിയതായി ഒമർ ലുലു ഹർജിയിൽ ആരോപിച്ചു. ജസ്റ്റിസ് A ബദറുദ്ദീൻ അധ്യക്ഷനായ ബെഞ്ചാണ് ഒമർ ലുലുവിന് ഇടക്കാല ജാമ്യം അനുവദിച്ചത്. അറസ്റ്റുണ്ടായാൽ 50,000 രൂപയുടെ 2 ആൾ ജാമ്യത്തിൽ വിട്ടയക്കണമെന്നും കോടതി വ്യക്തമാക്കി. ഹർജി വിശദമായ വാദത്തിനായി ജൂൺ 6 മാറ്റി. മലയാള സിനിമയുടെ പിന്നാമ്പുറങ്ങളിൽ പാടില്ലാത്ത പലതും നടക്കുന്നുവെന്നതിന് തെളിവാണ് ഒമർ ലുലുവിന്റെ സമ്മതങ്ങളും. സ്ത്രീ ചൂഷണം ഫലത്തിൽ അംഗീകരിക്കപ്പെടുകയാണ് ഇവിടെ. താൻ പൊസസീവ് ആണെന്ന് പരാതിക്കാരി പറയുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ഒമർ ലുലുവിന്റെ വാദം. ആരോടെങ്കിലും സംസാരിച്ചാൽ പോലും സംശയത്തിന്റെ കണ്ണിൽ കൂടി നോക്കി തുടങ്ങി. കോളുകളും ചാറ്റുകളും നോക്കാൻ പരാതിക്കാരി തന്റെ ഫോൺ പരിശോധിക്കുമായിരുന്നു. 1 വർഷത്തിനിടെ പരാതിക്കാരിയുമായി പല സ്ഥലങ്ങളിൽ പോവുകയും വിവിധ ഹോട്ടലുകളിൽ താമസിക്കുകയും ചെയ്തിട്ടുണ്ട്. തന്റെ അപ്പാർട്ട്മെന്റിൽ പരാതിക്കാരി താമസിച്ചിട്ട് പോലുമുണ്ടെന്ന് ഒമർ ലുലു പറയുന്നു. പരാതിക്കാരിക്ക് തന്നോടുള്ള പെരുമാറ്റം ഒരുവിധത്തിലും സഹിക്കവയ്യാതായതോടെയാണ് ബന്ധം തകർന്നതെന്നും 2023 ഡിസംബറിനു ശേഷം യാതൊരു ബന്ധവും ഉണ്ടായിട്ടില്ലെന്നും ഒമർ ലുലു അവകാശപ്പെട്ടു. പരാതിക്കാരിയുമായി അടുപ്പമുണ്ടായിരുന്ന സമയത്തെ ചാറ്റുകൾ കോടതിയിൽ സമർപ്പിക്കാൻ തയ്യാറാണെന്നും തങ്ങളുടെ ബന്ധം ഉഭയസമ്മതപ്രകാരമാണെന്ന് അത് തെളിയിക്കുമെന്നും ഒമർ ലുലു ജാമ്യ ഹർജിയിൽ പറയുന്നു. അടുത്ത് സംവിധാനം ചെയ്യുന്ന സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞാണ് തന്നെ ഹോട്ടലുകളിലേക്ക് കൊണ്ടുപോയിരുന്നത് എന്നും ഇപ്പോൾ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ വേഷം ഇല്ല എന്ന് മനസ്സിലാക്കിയെന്നും അതിനാൽ ചതിച്ചു എന്നുമാണ് പരാതിക്കാരി പോലീസിന് നൽകിയ പരാതി. ഇതാണ് താൻ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞത് എന്ന് ഒമർ ലുലു ഹർജിയിൽ പറയുന്നു. സിനിമയിൽ അഭിനയിക്കാൻ അവസരം ലഭിക്കുമെന്ന് കരുതിയാണ് ലൈംഗിക ബന്ധത്തിന് തയ്യാറായത് എന്ന് പരാതിക്കാരി തന്നെ സമ്മതിച്ചിരിക്കുകയാണ് ഇവിടെ എന്ന് ഒമർ ലുലുവിന്റെ ഹർജിയിൽ ആരോപിക്കുന്നു. യുവനടിയുടെ പരാതിയിലാണ് ഒമർ ലുലുവിനെതിരെ നെടുമ്പാശ്ശേരി പോലീസ് നേരത്തെ കേസെടുത്തത്. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് നിരവധി തവണ തന്നെ ബലാത്സംഗം ചെയ്തെന്നായിരുന്നു നടിയുടെ പരാതിയിൽ പറഞ്ഞിരുന്നത്. കൊച്ചിയിൽ സ്ഥിരതാമസമാക്കിയ യുവനടിയാണ് പരാതിക്കാരി. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.